ജെ തോമസ് എന്തുകൊണ്ടാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറി അത് പാർട്ടി സ്കൂൾ അല്ലെന്ന് പറയുന്നത്? ഒന്നാം തരം CPM നിയന്ത്രിത സ്കൂൾ തന്നെയാണ്. ലിജു പറയും മട്ടിൽ എന്താണ് അതിൻ്റെ മാനേജർ LC സെക്രട്ടറിയാണ്. അതൊരു ദൃശ്യങ്ങളൊന്ന് കാണിക്കാവും. ഇന്നലത്തെ മാനേജ്മെൻറ്റ് യോഗത്തിൻ്റെ വിഷലാണ്. CPMൻ്റെ സംസ്ഥാന സമിതി അംഗം സോമപ്രസാദ് അടക്കം വന്ന യോഗമാണ്. ജില്ലാ കമ്മിറ്റി അംഗങ്ങളുണ്ട്, 2 ലോക്കൽ സെക്രട്ടറിമാരുണ്ട്, പ്രസിഡന്റായും മാനേജരായും. എങ്ങനെയാണ് CPMൻ്റെ സ്കൂൾ അല്ലാതാവുന്നത്? എന്തുകൊണ്ടാണ് ജനകീയ മുന്നണി സ്കൂളായി മാറുന്നത്? എങ്ങനെയാണ് ജയ്ക്ക്? അല്ല, ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഇപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കുന്ന പല എയ്ഡഡ് സ്വഭാവത്തിലുള്ള പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമുണ്ട്. ആ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ മാനേജിംഗ് കമ്മിറ്റിയിൽ ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഭരണസമിതികൾ ഉണ്ടായിട്ടുള്ളതുണ്ട്, CPM നേതൃത്വം നൽകുന്ന ഭരണസമിതികൾ ഉണ്ടായിട്ടുണ്ട്. പല സ്ഥലങ്ങളിലും കോൺഗ്രസും CPMും ഒക്കെ സംയുക്തമായി നേതൃത്വം നൽകുകയും കാലാകാലങ്ങളിൽ ഇത്തരം പദവികൾ റൊട്ടേഷൻ എന്നതുപോലെ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് അടിസ്ഥാനത്തിൽ മാറി മാറി വരികയും ഒക്കെ ചെയ്യുന്ന സ്വഭാവത്തിലുള്ള സ്കൂളുകളുണ്ട്. ഈ പ്രത്യേക സ്കൂളിൽ നിലവിൽ മാനേജർ പദവി അലങ്കരിക്കുന്ന ആളാരാണ്, അല്ലെങ്കിൽ മാനേജർ പദവിയെ തീരുമാനിക്കുന്ന ഒരു രീതി എന്താണ്? ഞാൻ അതിനെ സംബന്ധിച്ച് വ്യക്തിപരമായി അന്വേഷിച്ചിട്ടില്ല. ഇനിയിപ്പോൾ കോൺഗ്രസ് പ്രതിനിധി ഉന്നയിച്ച വാദമുഖങ്ങൾ അപ്രകാരം ഒരു ശരിയുണ്ടോ? എന്തായാലും എന്റെ പരിമിതമായ അറിവിൽ എനിക്കിപ്പോൾ പറയാൻ കഴിയുന്ന ഒരു കാര്യം ഒന്നുണ്ട്. അത് CPMന്റെ ഏതെങ്കിലും ഒരു പാർട്ടി ജില്ലാ കമ്മിറ്റി ഇടപെട്ടിട്ടല്ല കേരളത്തിലെ ഏതെങ്കിലും ഒരു എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ മാനേജർ പദവിയോ അല്ലെങ്കിൽ തത്തുല്യമായ ഭരണഘടനാപരമായ മറ്റു പദവികളോ തീരുമാനിക്കുന്നത്. അക്കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട്. അതെന്റെ സംഘടനാ പ്രവർത്തനത്തിന്റെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് എനിക്ക് ഇപ്പോൾ പറയാൻ കഴിയുന്ന കാര്യമാണ്. ഇപ്പോഴുള്ള അടക്കം മുന്നടക്കം എല്ലാവരും ഇപ്പൊ ഇന്നലെ നമ്മളോട് പറയുന്ന ഗോപൻ, അദ്ദേഹം ഒരു സാഹിത്യകാരനാണ്. ഡോക്ടർ CK ഗോപനാണോ PK ഗോപനാണോ? അദ്ദേഹം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റാണ്. അദ്ദേഹമാണ് മുൻമാരൻ എല്ലാവരും പറയുന്നു. പക്ഷേ അദ്ദേഹം ഇന്നലെ പറഞ്ഞത് സ്കൂളുമായിട്ട് യാതൊരു ബന്ധമില്ല, സ്കൂളിൽ പഠിച്ച ബന്ധം മാത്രമേ ഉള്ളൂ എന്നാണ് പറയുന്നത്. ആ മട്ടിൽ സ്കൂൾ തുടങ്ങിയ കാലം മുതൽ അവിടുത്തെ മാനേജരും മൊത്തം CPM നേതാക്കൾ മാത്രമേ വന്നിട്ടുള്ളൂ. ഞാൻ പറഞ്ഞ ആ സ്കൂൾ അക്കാലം അത്ര അഭിമാനകരമായി പ്രവർത്തിക്കുന്ന സ്കൂളാണ്. അത് CPMൻ്റെ സ്കൂളാണ്. ഈ പറയുന്ന രീതിയിൽ പണം വരുന്നത് CPMന് തന്നെയാണ് വരുന്നത്, അല്ലെങ്കിൽ CPMൻ്റെ ഭരണസമിതിക്ക് തന്നെയാണ് വരുന്നത്. അത് പറയാൻ മടി എന്തിനാണ്? അത് ജനകീയ സമിതി എന്നൊക്കെ പറയുന്നത് എന്തിനാ ജയിക്ക്? അല്ല, അങ്ങ് പരിശോധിച്ച് നോക്കിയാൽ മതി. ഇപ്പോൾ അങ്ങയും മാധ്യമപ്രവർത്തനം എന്ന നിലയിൽ വ്യത്യസ്ത രാഷ്ട്രീയ ആശയധാരകളും ഒക്കെയായി സുദൃഢമായ ബന്ധമുള്ള ആളാണല്ലോ. CPMന്റെ ഒരു പാർട്ടി ജില്ലാ കമ്മിറ്റി ഇടപെട്ടിട്ട് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഏതെങ്കിലും ഒരു ഗ്രാമപഞ്ചായത്തിൽ പ്രവർത്തിക്കുന്ന ഒരു എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനത്തിലെ മാനേജറെ വർഷാവർഷം നിശ്ചയിക്കുക, അത്തരമൊരു പതിവുണ്ടോ? ഇനിയിപ്പോൾ ഇങ്ങനത്തെ ഒരു ജനകീയ സമിതിക്കകത്ത് CPMന്റെ പ്രവർത്തകർക്ക് ഭൂരിപക്ഷം ഉണ്ടെന്ന് കരുതുക. അതൊക്കെ പ്രാദേശികമായിട്ട് ആ ജനകീയ സമിതിയിൽ തെരഞ്ഞെടുക്കപ്പെടുന്ന ഭൂരിപക്ഷം വരുന്ന ആളുകളുടെ പിന്തുണയോടുകൂടിയിട്ടായിരിക്കും അത്തരം കാര്യങ്ങൾ തീരുമാനിക്കുക. അതിനകത്തൊന്നും ഒരു പാർട്ടി ജില്ലാ കമ്മിറ്റിക്ക് ബന്ധമുണ്ടെന്ന് എന്റെ പരിമിതമായ അറിവിൽ എനിക്ക് എവിടെയും ഇതേവരെ സാക്ഷീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. സൂചിപ്പിച്ച ചില പേരുകാരെ സംബന്ധിച്ച് അല്ല, ഞാൻ പറയട്ടെ. ഇപ്പോ അങ്ങ് സൂചിപ്പിച്ച ചില പേരുകാർ, അങ്ങെന്ന് പറഞ്ഞാൽ അങ്ങ് ചോദ്യത്തിൽ ഉന്നയിച്ച ചില പേരുകാർ കോൺഗ്രസിന്റെ പ്രതിനിധി അദ്ദേഹത്തിന്റെ വാദത്തിൽ ഉന്നയിച്ച ചില പേരുകാരാണ്. അങ്ങൊന്ന് കരുതുക, ഇപ്പൊ CPMന്റെ ഏതെങ്കിലും ഇത്തരത്തിൽ ഉത്തരവാദിത്തപ്പെട്ട ഘടകത്തിലിരിക്കുന്ന ഒരാളാണ്, ഒരു ലോക്കൽ കമ്മിറ്റി മെമ്പറോ അല്ലെങ്കിൽ ഒരു ഏരിയ കമ്മിറ്റി മെമ്പറോ അല്ലെങ്കിൽ അങ്ങ് സൂചിപ്പിച്ചതുപോലെ സാഹിത്യത്തിൽ ഡോക്ടറേറ്റ് ബിരുദമുള്ള മറ്റാരെങ്കിലും ഒരാളോ മാനേജർ ആയിരുന്നു അല്ലെങ്കിൽ ആണ് എന്ന് കരുതുക. ഞാൻ പറഞ്ഞു, അതിന് ഈ കാര്യത്തിൽ സവിശേഷകരമായി എന്തു ബന്ധം, എന്ത് കാര്യമാണ് ചെയ്യാനുള്ളത്? എനിക്ക് വേണമെങ്കിൽ അങ്ങനെയാണെങ്കിൽ അങ്ങേയറ്റം കക്ഷി രാഷ്ട്രീയമായ കാര്യത്തിലാണ് ഇത്തരം സംഭവവികാസങ്ങളെ വിലയിരുത്താൻ പോകുന്നതെങ്കിൽ എനിക്ക് അങ്ങനെയാണെങ്കിൽ വേണം തിരിച്ചു ചോദിക്കാമല്ലോ, ഈ ഗ്രാമപഞ്ചായത്ത് ഭരിക്കുന്നത് ആരാണ്? ഏതൊക്കെ പാർട്ടികൾ ചേർന്നിട്ടാണ് ഈ ഗ്രാമപഞ്ചായത്ത് ഭരിക്കുന്നത്? എല്ലാ വർഷവും സ്കൂളുകൾക്ക് ഇത്തരത്തിൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ആരാണ്? എല്ലാ വർഷവും ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് പുതുക്കേണ്ടതുണ്ട് കേരളത്തിൽ ഒരു പൊതുവിദ്യാഭ്യാസ സ്ഥാപനത്തിന്, ഒരു എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനത്തിന് തുറന്നു പ്രവർത്തിക്കാൻ. അപ്പം ഇത്തരം കാര്യങ്ങൾക്കകത്ത് സ്കൂൾ പ്രവേശനോത്സവത്തിന് മുമ്പായിട്ട് ഇത്തരം സൗകര്യങ്ങളും സുരക്ഷയും ഉറപ്പുവരുത്തി ഈ സ്കൂളിന് പ്രവർത്തന അനുമതി കൊടുക്കുന്നതിൽ ഗ്രാമപഞ്ചായത്തിന് ബന്ധമില്ലായിരുന്നോ? അങ്ങനെയാണെങ്കിൽ ആ ഗ്രാമപഞ്ചായത്തിന് നേതൃത്വം നൽകുന്ന കോൺഗ്രസും RSPയും അടങ്ങുന്ന കേരളത്തിലെ UDFന് ഈ കുഞ്ഞിനെ ഇത്തരത്തിൽ അവിടെ ഒരു അപകടം ഉണ്ടാകാനുള്ള ദുഷ്ടലാക്ക് ഉണ്ടായിരുന്നോ? അങ്ങനെയൊക്കെ ഞാൻ തിരിച്ചു ചോദിച്ചാൽ എങ്ങനെയായിരിക്കും? ഞാൻ അങ്ങനെ ചോദിക്കുന്നില്ല. ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുത്തേക്കുന്ന ആ പഞ്ചായത്തിലെ സ്കൂളിന് ഒരു കുഴപ്പമില്ലെന്നാണ് പറയുന്നത്. സ്കൂൾ എന്ന് പറഞ്ഞാൽ അതിൽ എന്താണ് ഡിഫക്ട്സ് ഇഫ് എനി എന്ന് പറഞ്ഞാൽ 1, 2, 3, 4, 5, 6 നിൽ ഒരു കുഴപ്പമില്ല, സ്കൂൾ പ്രവർത്തിക്കുന്ന ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ്. ഇന്ന് ബാലാവകാശ കമ്മീഷൻ പറയുന്നത് സ്കൂൾ ക്ലാസ് മുറി പൊട്ടിപ്പൊളിച്ച് നടക്കാന്നാണ് പറയുന്നത്. ചോദിക്കണം JK, ചോദ്യം എല്ലാത്തിനും രാഷ്ട്രീയം ഉണ്ട് JK. തീർച്ചയായിട്ടും. പക്ഷെ തീർച്ചയായിട്ടും ഞാൻ ആ ചോദ്യം ചോദിക്കുമ്പോൾ
ആ ചോദ്യത്തിന് ആധാരമായി അങ്ങ് സൂചിപ്പിച്ചതുപോലെ പഞ്ചായത്ത് ഭരണസമിതി, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി, അതിനോട് അനുരൂപമായി ചേർന്ന് പ്രവർത്തിക്കേണ്ട ഇത്തരത്തിൽ ബ്യൂറോക്രസിയുടെ ഭാഗമായിട്ടുള്ള ഇത്തരം അങ്ങ് ഒപ്പിടേണ്ടത് ഉണ്ട് എന്ന് സൂചിപ്പിച്ച ഉദ്യോഗസ്ഥർ, ഇവരൊക്കെ നിർബന്ധമായും പരിശോധിക്കേണ്ടതുണ്ട്. ഇവരുടെ ഭാഗത്തു നിന്ന് തോന്നുന്ന ഏത് വീഴ്ചയ്ക്കും കണക്കറ്റ ദയാരഹിതമായ നടപടി അർഹിക്കുന്നുമുണ്ട്, തർക്കഭേദമില്ല. പക്ഷെ ഞാൻ പറയാൻ വന്നത് എന്താണ്, അതിന്റെ പേരിൽ ഇതൊരു കോൺഗ്രസ് RSP ഗൂഢാലോചനയാണ്. ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റിന് അവകാശമില്ലാതെ ഈ സ്കൂളിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുത്തത് ഒരു കോൺഗ്രസ് RSP ഗൂഢാലോചനയാണ്. അതുകൊണ്ട് UDF പ്രതിനിധിയായിട്ട് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന അങ്ങാണ് മറുപടി പറയേണ്ടത് എന്ന് അങ്ങേയറ്റം രൂഢമൂലമായ കക്ഷി രാഷ്ട്രീയ ബുദ്ധിയോടുകൂടെ ഞാൻ തിരികെ സംസാരിച്ചാലോ? അവിടെയാണ് ഞാൻ പറഞ്ഞത്, ഞാൻ അങ്ങനെ സംസാരിക്കില്ല. ഗ്രാമപഞ്ചായത്തിൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിനെ സംബന്ധിച്ച് ഉത്തരവാദിത്തക്കേട് ഉണ്ടായിട്ടുണ്ട്. ലഘുവായി പറയാൻ കഴിയില്ല. CPM സംസ്ഥാന കമ്മിറ്റി അംഗമാണ്, അതിന്റെ സ്കൂൾ ഇൻചാർജ്. സ്കൂൾ മാനേജർ അവിടുത്തെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയാണ്. സ്കൂൾ പ്രസിഡന്റ് അവിടുത്തെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയാണ്. സ്കൂൾ അപ്പോയിന്റ്മെന്റ് 3 CPM ഏരിയ കമ്മിറ്റികൾക്കാണ്. അതുകൊണ്ട് പഞ്ചായത്തിൽ പറഞ്ഞ് CPM ഒരു ബന്ധവുമില്ല എന്ന് പറയല്ലേ ജയിക്കെ? അവിടെയാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഇത്തരം വിശാലമായ അർത്ഥത്തിൽ നമ്മൾ കാണേണ്ട ദാരുണമായ ഒരു സംഭവവികാസത്തെ? ഗ്രാമപഞ്ചായത്ത് ഭരണം നിർവഹിക്കുന്ന കക്ഷി ആരാണ്? സ്കൂൾ മാനേജർ അംഗമായിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പേരെന്താണ്? ഇവർക്കൊക്കെയല്ല ഇതിന്റെ ആത്യന്തികമായ ഉത്തരവാദിത്തം. ഇതൊരു കക്ഷി രാഷ്ട്രീയ പ്രശ്നമായിട്ട് സത്യസന്ധമായി അങ്ങേക്ക് വിലയിരുത്താൻ കഴിയുന്നുണ്ടോ? അങ്ങൊന്ന് പരിശോധിച്ച് നോക്കുക. അങ്ങനെയാണെങ്കിൽ എനിക്ക് തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഞാനും കോൺഗ്രസ് പ്രതിനിധിയും ഗ്രാമപഞ്ചായത്ത് നിങ്ങളെ അല്ലേ എന്നും സ്കൂൾ മാനേജറുടെ പാർട്ടി അംഗത്വം ചിലപ്പോൾ CPM അല്ലേ എന്നും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് തർക്കിക്കാം. ഒരു കുട്ടി മരണപ്പെട്ട കേസിലെ ആസ്പദമായ കാര്യം ഇനിയും ആവർത്തിക്കപ്പെടാതിരിക്കാനുള്ള വിശാലവും വിപുലവുമായ ജാഗ്രതയും അതേ തുടർന്ന് നമ്മൾ സ്വീകരിക്കേണ്ട നടപടിക്രമങ്ങളും ഒക്കെ അവിടെ കിടക്കും. വേണമെങ്കിൽ കക്ഷി രാഷ്ട്രീയത്തിന്റെ പേരിൽ എനിക്കും ബഹുമാനിയായ കോൺഗ്രസ് പ്രതിനിധിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അല്പനേരം സെൻസേഷണലായിട്ട് ഈ ചർച്ചയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്ന് തർക്കിക്കാം, വേണമെങ്കിൽ തല്ലുകൂടാം. പക്ഷെ അവിടെ കൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കപ്പെടുമെന്ന് ഞാൻ കരുതുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ നല്ല ഉത്തരവാദിത്വ ബോധത്തോടുകൂടെ നിറഞ്ഞ സംയമനത്തോടുകൂടെ പറയുന്നത്, ഈ കാര്യം അങ്ങനെ കക്ഷി രാഷ്ട്രീയത്തിന്റെ ഇടുങ്ങിയ കള്ളിയിൽ വെച്ച് തർക്കിച്ചും സംവദിച്ചും അവസാനിപ്പിക്കേണ്ട ഒരു ലഘുവായ പ്രശ്നമല്ല. ഇത് കേരളീയ മനസാക്ഷിയാകെ പിടിച്ചുലച്ചതാണ്. ആ കാര്യങ്ങൾക്കകത്ത് സംഭവിച്ച കാര്യങ്ങൾക്കകത്ത് സംഭവിച്ച വീഴ്ച എന്ന് പറയുന്നത് സൂചിപ്പിച്ചതുപോലെ മാനേജറുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടോ, പ്രധാന അധ്യാപകയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടോ? അവരുടെ രാഷ്ട്രീയ പക്ഷപാതിത്വം കോൺഗ്രസോ CPM BJP ഏതുമാവട്ടെ, ഈ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകിയ മറ്റുദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന്, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയെ നയിക്കുന്ന ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ ഭാഗത്തു നിന്ന്, അവരുടെ രാഷ്ട്രീയ ആഭിമുഖ്യം കോൺഗ്രസോ RSP ഏതുമാവട്ടെ, അവർക്കൊക്കെ എതിരെ അതിശക്തമായ നടപടി സ്വീകരിക്കുകയും ഇപ്രകാരം ഒരു മാപ്പറിയിക്കാത്ത ഉത്തരവാദിത്തക്കുറവ് നാളെ ആരുടെ ഭാഗത്തുനിന്നുണ്ടായാലും അവർക്ക് അവരവരുടെ കസേരയിൽ സുഖകരമായി ഇരിക്കാൻ കഴിയില്ല എന്ന തികഞ്ഞ സന്ദേശവും